Welcome to episode 2 of rewatching my most favorite movies while I drove. And in today's episode നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണിച്ചിത്രത്താഴിനെ പറ്റിയാണ്. ആരെങ്കിലും വന്ന് എന്നോട് ഈ സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കതിനൊരു ഉത്തരവില്ല. കാരണം പണ്ടൊക്കെ ഒരു പേടിയോട് കൂടിയാണ് ഈ ഫിലിം കണ്ടിരുന്നതെങ്കിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു മനസ്സിൽ. ഇപ്പോഴും ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് സൈക്കോളജിക്കൽ ഹൊറർ ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മണിച്ചിത്രത്താഴ് എന്നുള്ള പേര് മാത്രമേ പറയൂ. അതിന് മുകളിലേക്ക് വെക്കാൻ ഒരു സിനിമയും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും പെർഫോമൻസസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എവറിത്തിങ് ഈസ് ടോപ്പ് നോച്ച്. പേഴ്സണലി എൻ്റെ അടുത്ത് ഈ സിനിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും അത് കോമഡിയും ഹൊററും തമ്മിലുള്ള ബാലൻസ് ആണെന്ന്. ഈ ഹൊറർ കോമഡി എന്ന് പറഞ്ഞ ജോണറിൽ ഇപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും എനിക്കെപ്പോഴും ആ ഫിയർ എന്ന ആസ്പെക്റ്റിനെ കോമഡി എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. എന്നാൽ ഈ സിനിമയിൽ അതങ്ങനെയല്ല. പേടി തോന്നുന്നിടത്ത് നല്ല ഇൻറ്റൻസ് ആയിട്ട് പേടി തോന്നുകയും ചെയ്യും. കോമഡി സീൻസ് ആണെങ്കിലോ എത്ര കാലം കഴിഞ്ഞാലും എത്ര വട്ടം ഇരുന്ന് കണ്ടാലും നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലാണ് ലെജൻഡറി ആക്ടേഴ്സൊക്കെ അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇറങ്ങിയിട്ട് 33 വർഷമായെങ്കിലും ഇത്രയും റിപ്പീറ്റ് വാല്യൂ ഈ ഫിലിമിനുള്ളതും. ഇനി ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഡോക്ടർ സണ്ണി എന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഫാസിൽ സാറിൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് മമ്മൂക്കയാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ആ ക്യാരക്ടറിലേക്ക് കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് അത് ലാലേട്ടനിലേക്ക് എത്തിയത്. മാത്രമല്ല ഫാസിൽ സാർ കൂടാതെ ബാക്കി 4 ഡയറക്ടേഴ്സ് കൂടി ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയും. പ്രിയദർശൻ, സിബി മലയിൽ, സിദ്ദിഖ് ലാൽ തുടങ്ങിയ ഡയറക്ടേഴ്സ് ഇതിൻ്റെ ചില പോർഷൻസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ ശോഭന മാമിന് 2 വോയിസ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്തിട്ടുണ്ട്. ഗംഗയുടെ നോർമൽ ഡയലോഗ്സ് എല്ലാം ഭാഗ്യലക്ഷ്മി മാമും നാഗവല്ലിയുടെ തമിഴ് ഡയലോഗ്സ് എല്ലാം ദുർഗ എന്ന് പറയുന്ന ഒരു വോയിസ് ആർട്ടിസ്റ്റുമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഏത് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജെമ്മ് തന്നെയാണ് മണിച്ചിത്രത്താഴ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.